ആഹാ, ഭയങ്കര പണിയിലാണല്ലോ. അപ്പം നീ അറിഞ്ഞില്ലേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഞാൻ അറിഞ്ഞു. പറക്കാൻ പോവല്ലേ ദുബായിലോട്ട്? എന്തായാലും ഇത്തേക്ക് അതിനുള്ള ഭാഗ്യമുണ്ടല്ലോ. എത്ര നാളുകൊണ്ട് അവൻ എന്നെ വിളിക്കുമെന്നറിയാം. ഞാൻ പിന്നെ അങ്ങ് മടിക്കുന്നതാന്ന് പറഞ്ഞു. എനിക്ക് നമ്മുടെ ഈ നാടും വീടും നാട്ടുകാരെയൊക്കെ കളഞ്ഞിട്ട് പോകും, എനിക്ക് ബുദ്ധിമുട്ട് അന്യ നാട്ടിൽ പോയി ജീവിക്കാന്നൊക്കെ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ, എത്ര നാളും പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത്. അവൻ്റെ ജോലിയും ഒക്കെ കളഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? പിന്നെ ഞാനങ്ങ് ഒടുവിലങ്ങ് സമ്മതിച്ച്. അതാണ്. പിന്നെ അതെന്തായാലും വേണോത്താ. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ ഒഴിവാക്കാൻ നോക്കുന്ന സമയത്താണ് അവൻ എൻ്റെ ഉമ്മയെ ചേർത്ത് പിടിക്കുന്നത്. ആ കാര്യത്തിൽ എന്താ ഭാഗ്യവതിയാണ് കേട്ടോ. അവൻ്റെ ആഗ്രഹമല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അവനെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് ഇത്താടെ ഒറ്റ മിടുക്കുകൊണ്ടാണ്. അവനെൻ്റെ ഉമ്മയെ ഉപേക്ഷിക്കുന്നില്ലല്ലോ താ, അതന്നെ ഭാഗ്യമാണ്. പിന്നെ ഒരു വിഷമേ ഉള്ളൂ, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വരുന്ന ആകെപ്പാടുള്ളൊരു വീടാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത്ത പോയി സന്തോഷമായിട്ട് ജീവിക്കുക, അതല്ലേ. ഇനിയിപ്പോൾ ഇത്തയെ കാണണമെങ്കിൽ ദുബായ് വരെ വരേണ്ടി വരും. അതിനെന്താടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിച്ചാൽ പോരെ. പഴയ കാലമൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യണമെങ്കിലോ അല്ലാതെ കണ്ട് സംസാരിക്കണമെങ്കിലോ ഒരു സന്ദേശം അയക്കണമെങ്കിൽ ഇപ്പോൾ എളുപ്പമല്ലേ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ എനിക്ക് എന്നെ വിളിക്കാം. പിന്നെ ഞാൻ മറന്നിട്ടില്ല നിൻ്റെ മോടെ കാര്യം. അവളിപ്പോൾ പഠിക്കുകയല്ലേ, അത് പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു ജോലിയെന്നൊക്കെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അവരെപ്പോൾ വരും? രാവിലെ എത്തുമോ അവർ? അവർ രാവിലെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രാവിലത്തത് ഉച്ചക്കലത്തേക്ക് എല്ലാം ഒന്ന് കരുതണം. ശരിയെന്നാ. പിന്നെ എന്തെങ്കിലും സഹായത്തിന് വേണമെങ്കിൽ എന്നെ വിളിയട്ടാ. ഞാൻ എന്നാൽ പോട്ടെ എന്നാ. വിളിക്കാം. സമയം എന്ത് വേണ്ടിയായി കാണുന്നില്ലല്ലോ. കൊള്ളാം, നിങ്ങൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്രയായി? 3 മണിയായി. രാവിലെ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് രാവിലത്തേതും ഉണ്ടാക്കി വെച്ച് ഉച്ചക്കലത്തേതും ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ സമയം എത്രയായെന്നറിയാമോ? 3 മണിയായി. ഒന്ന് വിളിച്ച് പറയെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഞാൻ ഇരുന്ന് വിഷമിക്കുക. അല്ല, കുഞ്ഞെന്തേ? കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ? വിളിക്കാൻ പറ്റിയില്ല അമ്മ. കുഞ്ഞിന് തീരെ സുഖമില്ലായിരുന്നു. അവൾക്ക് അവിടുന്ന് വരുമ്പോഴേ നല്ലൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാറ്റഴി ഇരിക്കേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് നേരെ ഇവിടെ വീട്ടിലോട്ട് കയറിയത്. അപ്പോൾ അവിടുത്തെ ഇച്ചിരി എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ്. അതേമ്മ. അയ്യോ, അതിനിപ്പോൾ എന്താ, അവിടെ വന്നാലും ഇവിടെ വന്നാലും എല്ലാം ഒരു വീടൊക്കെ തന്നെ അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താ? ഞാനിത് വിഷമിക്കുകയല്ലേ. നിങ്ങൾ ഇപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട് വിളിച്ചാൽ നിങ്ങളെ കിട്ടുന്നുണ്ടോ? പറ്റുന്നുമില്ല. അവിടെ എത്തിയെങ്കിലും പിന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ. ഞാൻ രാവിലെ മുതലേ നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി വെച്ച് ഉച്ചക്കലത്തേക്ക് എല്ലാം ഇപ്പോൾ മണി 3 അതുകൊണ്ടൊരു വിഷമേ ഉള്ളൂ. കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ല. അതിനെന്താമ്മ, നമുക്ക് രാത്രി കഴിക്കാമല്ലോ. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ പോയൊന്ന് വിശ്രമിക്ക്, ചെല്ല്. ഞാൻ അപ്പോഴത്തേക്ക് അടുക്കളോട്ട് പോയിട്ട് എല്ലാം ഒന്ന് ഒതുക്കി പിറക്കി എല്ലാം ഒന്ന് അടയ്ക്കും, എല്ലാം വെക്കട്ടെ. ഫ്രിഡ്ജിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവളെ വിളിച്ച് എല്ലാം കൊടുക്കുക. ഇനി ഇരുന്ന് എല്ലാം ചള്ളായി പോകത്തേ ഉള്ളൂ. ഇനി ഫ്രിഡ്ജും ഇതെല്ലാം ഒക്കെ ഒന്ന് ഓഫാക്കിയിടണ്ടേ. കഴിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാമല്ലോ. ചെല്ല്, നിങ്ങൾ പോയിരുന്ന് വിശ്രമിക്ക്. അതേ, നിങ്ങളെന്താ നിങ്ങളുടെ ഉമ്മടുത്ത് പറയാതിരിക്കുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഉമ്മയെ കാണുമ്പോഴത്തേക്ക് മോൻ സങ്കടം കൊണ്ടേ പറയാതിരിക്കരുത്. എന്തായാലും നിങ്ങളുടെ ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടെ വെച്ചേ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് നേരത്തെ വിളിച്ച് പറയുന്നു. അപ്പോൾ നേരിട്ട് പറയാമെന്ന്. അപ്പം നേരിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് പറയാനൊന്നുമില്ലേ? അത് ഞാൻ എങ്ങനെ പറയും? ഇത്രയും നാൾ എൻ്റെ ഉമ്മയെ ഞാൻ വിളിച്ചിട്ട് എല്ലാ ആഗ്രഹങ്ങളും എല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഉമ്മടുത്ത് എങ്ങനെ ഞാൻ പറയും? നീ കണ്ടില്ലേ ഉമ്മയുടെ സന്തോഷമൊക്കെ? ഉമ്മ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമോ? ഞാനത് എങ്ങനെ പറയും? നിങ്ങൾക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത്? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ നിങ്ങളുടെ ഉമ്മയെ വിളിക്കണം കൊണ്ടുപോകണം? നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഉമ്മ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടാണിത്. ഇതിവിടെ കിടന്ന് നശിച്ചു പോത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഉമ്മയെ കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഇവിടെ വീട് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങൾക്കായിരുന്നല്ലോ നാട്ടിലൊരു വീട്, നല്ലൊരു വീട് വേണമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ വീട് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് ആ വീട് അടച്ച് പൂട്ടിയിട്ടിട്ട് ഉമ്മയെ കൊണ്ട് പോകാൻ നിൽക്കുക. നമ്മളിവിടെ സെറ്റിലായി. നമുക്ക് വർഷം തോറും വരണം, എല്ലാവരും കാണാൻ വേണം.
അപ്പോൾ ഉമ്മയും കൊണ്ട് വന്നാലും എന്താണ് ഈ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എൻ്റെ ഉമ്മയെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആളുണ്ട്, അവിടെ ആങ്ങളയുണ്ട്, ആങ്ങളുടെ ഭാര്യയുണ്ട്, അവരിടക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഉമ്മയും കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ഇത്. പിന്നെ നിങ്ങളുടെ ഉമ്മയെ കൊണ്ടുവന്നൊന്നും നമ്മുടെ മോളെ നോക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പുറകെ നടക്കാനും കുസൃതി കാണിക്കുന്ന അവളാണ്. എന്തുകൊണ്ടും എൻ്റെ ഉമ്മ എന്തായാലും നല്ല സ്മാർട്ടാണ്, അതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഉമ്മ അവിടെ കൊണ്ടുപോയാൽ നിങ്ങളുടെ ഉമ്മയുടെ പുറകെ നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്ക്. നിങ്ങളുടെ ഉമ്മ അടുത്ത് എന്തെങ്കിലും കള്ളം പറ, വെറുതെ ആവശ്യമില്ലാത്തൊക്കെ മായ കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മായ മനസ്സിലാക്കുക. പറഞ്ഞേട്ടല്ലോ. ഓ, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ ഉമ്മ അടുത്ത് എന്തെങ്കിലും കള്ളം, എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയണമല്ലോ, പറയാം. എൻ്റെ ഉമ്മയുടെ മനസ്സ് വിഷമിക്കാതെ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഉമ്മ വിശ്വസിച്ചോളും. ഞാൻ അതിൻ്റെ പേരിൽ ഇനി മോദം വീർപ്പിക്കേണ്ട. ആ ഉമ്മ, ഉമ്മ, എനിക്ക് ഉമ്മ അടുത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്താണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ. ഒന്നുമില്ല അമ്മ, എനിക്ക് ഉമ്മ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അതെങ്ങനെ പറയുമെന്ന് ഞാനിങ്ങനെ. ഉമ്മാക്കും നിങ്ങളൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം വരാതിരിക്കുന്നേ മോനെ നല്ലത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ വീട് അടച്ച് പൂട്ടിയിടേണ്ടി വരും. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഒന്നും മറ്റുള്ളവർ നോക്കത്തൊന്നുമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീടായത്, അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അടച്ച് പൂട്ടുക? ഞാനും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. ഇപ്പോൾ പഴയതുപോലെ അല്ലല്ലോ ഉമ്മ. ഇപ്പോൾ ഉമ്മായിക്ക് ഇപ്പം പലമാതിരി അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നടുവേദന, കാലുവേദന, കൈക്ക് വേദന, അങ്ങനെ ഒരുപാട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ളതല്ലേ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിനെ ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല. അവളൊരു വികൃതി കുട്ടിയാണ്. അവിടെ പുറേ നടക്കാനുള്ള ആരോഗ്യമാവതൊന്നും ഈ ഉമ്മാക്കില്ല മോനെ. പിന്നെ വേറെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും രാവിലെ അങ്ങ് ജോലിക്ക് പോകും, കുഞ്ഞിനെ സ്കൂളിലും പറഞ്ഞു വിടും. പിന്നെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്നും മിണ്ടിയും പറഞ്ഞ് നിൽക്കാനൊന്നും ആരും അവിടെ കാണത്തില്ല. മൊത്തത്തിൽ ശ്വാസം മുട്ടല്ലാന്നേ. ഇതാകുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞാലോ എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. നമ്മുടെ ബന്ധുക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ വർഷം തോറും എനിക്ക് നിങ്ങളെ കാത്തിരിക്കാമല്ലോ. അത് മാത്രം നിങ്ങൾ മുടക്കാതിരുന്നാൽ മതി. ഈ വരവിന് എനിക്ക് കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പോകുന്നതിനിപ്പുറമായിട്ട് നീ എൻ്റെ കുഞ്ഞുമോളെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കും. ഞാനൊന്ന് കണ്ണു നിറയുന്ന കാണട്ടെ. അതുകൊണ്ട് ഉമ്മ വരുന്നില്ല മോനെ. പിന്നെ നീ നിർബന്ധിച്ചത് കൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചതേ ഉള്ളൂ. ഉമ്മ പോയിച്ചിരുന്ന് കിടക്കട്ടെ മോനെ. ഇന്നലെ മുതൽ നിങ്ങൾ വരുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. രാവിലത്തേക്കും ഉച്ചക്കാലത്തേക്കും ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ മതി. പിന്നെ ഒരു കാര്യം, ചെറുതിലെ ഉമ്മ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിൻ്റെ അത്ര ഒന്നും വിദ്യാഭ്യാസമൊന്നും ഉമ്മാക്കില്ല. ഒരു കാര്യം മാത്രം പറയാം, തല പോയാലും കള്ളം പറയാൻ പഠിക്കരുത്. അതെന്ത് പ്രശ്നം വന്നാലും മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം കേട്ടോ. ശരിയെന്ന് ഉമ്മ വെച്ചിരുന്ന് കിടക്കട്ടെ മോനെ. ഉമ്മി, ഞാൻ പഠിച്ച് വലിയ ആളായിട്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ഞാൻ ഉമ്മയെ കൊണ്ടുപോകും.